ഈ മാസം 18 പുതിയ അമാവാസി വരുന്നു. ഇത് വളരെ ശക്തിയുള്ള അമാവാസിയാണ്. കാരണം ഇത് ഈ വിശ്വാസനാം സംവത്സരത്തിലെ അവസാന അമാവാസിയാണ്. സാധാരണ അമാവാസി പോലെയല്ല, വളരെ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ഈ അമാവാസി ദിവസം ചെമ്പരത്തി ഇലകൊണ്ട് ഈ ചെറിയ കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്വർണവും ഭൂമിയും വാങ്ങാനുള്ള ഭാഗ്യയോഗങ്ങൾ സിദ്ധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര സ്വർണം വാങ്ങാൻ കഴിയും. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിരത എന്നത് വളരെ പ്രധാനമാണ്. അതിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് സ്വർണവും ഭൂമിയും വെറും സ്വത്തുക്കൾ മാത്രമല്ല, അവ ഒരു വികാരമാണ്, ഒരു സാമൂഹിക പദവിയാണ്, ഭാവിക്ക് ഒരു ഉറപ്പുമാണ്. സ്വർണവില ദിവസം പ്രതി ആകാശത്തോളം ഉയരുന്നു. ഒരു കാലത്ത് ഒരു പവൻ സ്വർണം കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സാധാരണക്കാരൻ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ വളരെ കഷ്ടപ്പെടേണ്ടി വരും. അതുപോലെ ഭൂമിപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് നമ്മുടെ സംസ്കാരത്തിൽ ഒരു വലിയ ബഹുമതിയാണ്. സ്വന്തമായി വീട് ഉണ്ടായിരിക്കണം, കുറച്ചെങ്കിലും കൃഷിഭൂമി ഉണ്ടായിരിക്കണം എന്നത് ഓരോരുത്തരുടെയും സ്വപ്നമാണ്. ഈ ദിവസങ്ങളിൽ ഭൂമിയുടെ വില സ്വർണത്തേക്കാൾ വേഗത്തിൽ വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും തങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ഈ 2 രൂപങ്ങളിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എത്ര ശ്രമങ്ങൾ നടത്തിയാലും കയ്യിൽ വരുന്ന പണം അതുപോലെ തന്നെ നഷ്ടപ്പെടുകയാണെങ്കിൽ, അപ്പോൾ ദുരിതങ്ങൾ അലട്ടുകയാണെങ്കിൽ, ചെറിയൊരു മൂക്കുത്തി വാങ്ങാനോ ഒരു ഗജം സ്ഥലം വാങ്ങാനോ തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ, അതിനു പിന്നിൽ എന്തെങ്കിലും ദോഷമോ അല്ലെങ്കിൽ ലക്ഷ്മി കടാക്ഷത്തിന്റെ കുറവോ ഉണ്ടായിരിക്കാം. എന്നാൽ ഈ അമാവാസി ദിവസം മന്ദാർ ഇലകൊണ്ട് ചെയ്യുന്ന ഈ പരിഹാരം നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റി ധനപ്രവാഹം നിങ്ങളുടെ നേർക്ക് തിരിക്കും. അതുവഴി നിങ്ങൾക്ക് സ്വർണവും ഭൂമിയും വാങ്ങാൻ കഴിയുന്ന നിലയിലേക്ക് എത്തും. അതുകൊണ്ട് എല്ലാവരും ഈ അമാവാസി ദിവസം മന്ദാര ഇലകൊണ്ട് ഈ പരിഹാരം ചെയ്യുക. ഈ അമാവാസി ദിവസം ചെമ്പരത്തി ഇലകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ആ പരിഹാരം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഈ വീഡിയോയിൽ വളരെ വിശദമായി മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒരിടത്തും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ഈ പരിഹാരത്തിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതുപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ ശ്രീമാത്രേ നമോ എന്ന് കമന്റ് ചെയ്യുക. ഇനി വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ അമാവാസി ദിവസം ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ചെമ്പിലോ വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ ഒരു നുള്ളു കുങ്കുമം കലർത്തി അതിനുശേഷം ആ കുങ്കുമം കലർത്തിയ വെള്ളം ആൽമരത്തിന്റെ ചുവട്ടിൽ ഒഴിക്കുക. ഇങ്ങനെ ഈ അമാവാസി ദിവസം കുങ്കുമം കലർത്തിയ വെള്ളം ആൽമരത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചാൽ ദോഷങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറും. ഈ അമാവാസി വളരെ ശക്തിയുള്ളതായതുകൊണ്ട് നിങ്ങൾ സൂര്യോദയത്തിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് വീടും മുറ്റവും വൃത്തിയാക്കണം. അതുപോലെ വാതിലിന് പുറത്തും നന്നായി വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി കോലം വരയ്ക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ്. പലരും അമാവാസി എന്നാൽ അത് എന്തോ ചീത്തയാണെന്നും അത് നമുക്ക് ദോഷം വരുത്തുമെന്നും ആ ദിവസം നമ്മൾ ഒരു ജോലിയും ചെയ്യരുതെന്നും പൂജ ചെയ്യരുതെന്നും ഒക്കെ വിചാരിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഈ അമാവാസി ദിവസവും നന്നായി വാതിലിന് പുറത്ത് തൂത്ത് വൃത്തിയാക്കി കോലങ്ങൾ വരയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. സാധാരണയായി അമാവാസി പരിഹാരങ്ങൾക്ക് പ്രസിദ്ധമാണ്. അമാവാസി തിഥികളിൽ നമ്മുടെ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് പരിഹാരങ്ങൾ ചെയ്താലും ഫലം ചില നിമിഷങ്ങൾക്കുള്ളിൽ ലഭിക്കും. കാരണം അമാവാസിയുടെ സമയവും ശക്തിയും അത്രയും ശക്തമാണ്. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ എത്ര പരിഹാരങ്ങൾ ചെയ്താലും അവയ്ക്ക് ഫലം ലഭിക്കാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ അമാവാസി ദിവസങ്ങളിൽ ചെയ്യുന്ന പരിഹാരങ്ങൾക്ക് ഫലം ചില നിമിഷങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ചില മിനിറ്റുകൾക്കുള്ളിലോ ഉടൻ ലഭിക്കും. അതിലും ഈ അമാവാസി ലക്ഷ്മിദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇത്തരം അമാവാസി ദിവസം ചെയ്യുന്ന ഈ പരിഹാരം കൊണ്ട് 1000% ഫലം തീർച്ചയായും ലഭിക്കും. ചെമ്പരത്തി ഇലയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പ്രകൃതി നൽകിയ അത്ഭുതകരമായ വിഭവങ്ങളിൽ ഒന്നാണിത്. ആത്മീയമായി നോക്കിയാലും ആയുർവേദപരമായി നോക്കിയാലും ചെമ്പരത്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചെമ്പരത്തി ചെടിയെ നമ്മുടെ പുരാണങ്ങളിൽ അഭീഷ്ടഫല പ്രദായിനി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ശക്തി ഈ ചെടിക്കുണ്ട്. ചെമ്പരത്തി ഇല പച്ചയായി തിളങ്ങുന്നതാണ്. ചെമ്പരത്തി ഇല പ്രപഞ്ചത്തിലെ എല്ലാ ഊർജ്ജ തരംഗങ്ങളെയും ആഗിരണം ചെയ്യുകയും അവയെ പോസിറ്റീവ് ഊർജ്ജമാക്കി മാറ്റി നമുക്ക് നൽകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചുവന്ന ചെമ്പരത്തി പൂക്കൾ ഗണപതിക്കും ദേവിക്കും വളരെ പ്രിയപ്പെട്ടതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ പൂക്കൾക്ക് പിന്നിലുള്ള ഇലയും അത്രയും ശക്തമാണ്.
ലക്ഷ്മിദേവിക്ക് ചെമ്പരത്തി വളരെ പ്രിയപ്പെട്ടതാണെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ചെമ്പരത്തി ചെടി എവിടെയാണോ ഉള്ളത് അവിടെ ദുഷ്ടശക്തികൾ അടുക്കില്ല. ചെമ്പരത്തി ഇലയിൽ ലക്ഷ്മി കടാക്ഷത്തെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പ്രതികൂല ഊർജത്തെ, അതായത് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന അത്ഭുത ശക്തി ഈ ഇലയ്ക്കുണ്ട്. ചെമ്പരത്തി ഇലയ്ക്ക് മാത്രമല്ല, ചെമ്പരത്തി ചെടിക്കും ധാരാളം ശക്തികളുണ്ട്. ചെമ്പരത്തി ചെടി ആരെല്ലാം വീടിനടുത്ത് വളർത്തുന്നുവോ അവരുടെ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകില്ല. ചെമ്പരത്തിയിലെ ഓരോ ഇലകളിലും കൊമ്പുകളിലും മുക്കോടി ദേവതകൾ കുടികൊള്ളുന്നു. പ്രത്യേകിച്ച് വീടിന്റെ പ്രധാന കവാടത്തിൽ ചുവന്ന് പൂക്കളുള്ള ചെമ്പരത്തി ചെടി ഉണ്ടെങ്കിൽ അത് ഒരു അത്ഭുതകരമായ ദൃഷ്ടിദോഷ നിവാരണിയായി പ്രവർത്തിക്കും. സമൂഹത്തിൽ നമ്മൾ വളരുമ്പോൾ നമ്മളിൽ പതിക്കുന്ന അസൂയ, കുതന്ത്രങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജത്തെ ഈ ചെടി അതിന്റെ ആകർഷകമായ പൂക്കളിലൂടെ ആഗിരണം ചെയ്ത് നിർവീര്യമാക്കുന്നു. അതിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു അദൃശ്യ സംരക്ഷണ കവചം പോലെ കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ ചെമ്പരത്തി ചെടിയുള്ള വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം വർദ്ധിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. എന്നാൽ നിറങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ചുവപ്പ് നിറത്തിലുള്ളതും കടും പിങ്ക് നിറത്തിലുള്ളതുമായ ചെമ്പരത്തികൾ മാത്രം വീടിന്റെ പരിസരത്ത് നടുന്നത് വളരെ ശുഭകരമാണ്. വെള്ള, മഞ്ഞ അല്ലെങ്കിൽ ചന്ദന നിറത്തിലുള്ള ചെമ്പരത്തികൾ വീടിന്റെ മുന്നിൽ നടുന്നത് കാരണം ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക അസ്വസ്ഥതകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ചെമ്പരത്തി ചെടി വീടിന്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിൽ നടുന്നത് കാരണം സൂര്യശക്തി ധാരാളമായി ലഭിക്കുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ചെടി എപ്പോഴും പച്ചയായി ജീവനോടെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഒരുപക്ഷേ ചെടി ഉണങ്ങുകയാണെങ്കിൽ അത് വീട്ടിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നു എന്ന് അർത്ഥം. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ പുതിയ ചെടി നടണം. എല്ലാ ദിവസവും രാവിലെ വിരിഞ്ഞ ചുവന്ന ചെമ്പരത്തികൾ കാണുന്നത് കാരണം തലച്ചോറിലെ സമ്മർദ്ദം കുറയുകയും ശാന്തത ലഭിക്കുകയും ചെയ്യും. ഇനി ധനത്തെ ആകർഷിക്കുന്നതിൽ ചെമ്പരത്തി ഇല ഒരു കാന്തം പോലെ പ്രവർത്തിക്കും. നിങ്ങളുടെ ജാതകത്തിൽ എത്ര ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഈ അമാവാസി നാളിൽ ചെയ്യുന്ന പരിഹാരം അവയെ ഇല്ലാതാക്കും. ചെമ്പരത്തി ഇലയുടെ മറ്റൊരു വലിയ ഗുണം എന്തെന്നാൽ അത് ക്ഷമയും സ്ഥിരതയും നൽകുന്നു. സ്വർണം, ഭൂമി പോലുള്ള സ്ഥാവര സ്വത്തുക്കൾ വാങ്ങണമെങ്കിൽ മനുഷ്യൻ മാനസിക സ്ഥിരതയും ശരിയായ തീരുമാനം എടുക്കാനുള്ള ശക്തിയും ഉണ്ടായിരിക്കണം. ആ ശക്തിയെ ഈ ഇല നമുക്ക് നൽകുന്നു. ലക്ഷ്മിദേവി ചഞ്ചലയാണെന്ന് പറയുന്നു. എന്നാൽ മന്ദാര ഇല കൊണ്ട് ചെയ്യുന്ന പൂജ കാരണം ആ ലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി താമസിക്കും. അതുകൊണ്ടാണ് ഇതിനെ ധന ആകർഷണ പത്രം എന്നും വിളിക്കുന്നത്. മന്ദാര ഇലയിലെ 5 ഞരമ്പുകൾ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായി പറയുന്നു. ഈ പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിയെ അല്ലെങ്കിൽ സ്വർണത്തെ സമ്പാദിക്കാൻ കഴിയൂ. പ്രകൃതിയിലെ ഈ അത്ഭുത ശക്തിയെ നമ്മൾ ശരിയായ സമയത്ത്, അതായത് ഈ അമാവാസി പോലുള്ള പുണ്യദിനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഫലം ഇരട്ടിയാകും. കഷ്ടപ്പെടുന്നത് നമ്മുടെ ഭാഗമാണെങ്കിൽ ആ കഷ്ടപ്പാടിന് ദൈവബലത്തെ കൂട്ടിച്ചേർക്കുന്നത് ഇത്തരം പരിഹാരങ്ങളുടെ ഭാഗമാണ്. മന്ദാർ ഇലയെ വെറുമൊരു ഇലയായി കാണരുത്. അത് നിങ്ങളുടെ ദാരിദ്ര്യത്തെ അകറ്റുന്ന ഒരു ദിവ്യമായ ആയുധമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര വലുതാണെങ്കിലും ആ ആഗ്രഹങ്ങളുടെ ഭാരം വഹിക്കുകയും അവയെ ദേവതകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വാഹകമായി ഈ ഇല പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഈ പരിഹാരത്തിൽ മന്ദാര ഇലയെ പ്രധാനമായി തിരഞ്ഞെടുത്തത്. യഥാർത്ഥത്തിൽ മന്ദാര ഇല കൊണ്ട് എന്ത് ചെയ്യണം എന്നുവെച്ചാൽ ഈ അമാവാസി ദിവസം രാവിലെ ഉറക്കമുണർന്ന് തലസ്നാനം ചെയ്ത് ശുചിയായിരിക്കണം. വൈകുന്നേരം 6 മുൻപ്, അതായത് പകൽ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ആദ്യം നല്ലൊരു ചെമ്പരത്തി ഇല തിരഞ്ഞെടുക്കണം. ആ ഇല കീറിപ്പോകരുത്, ദ്വാരങ്ങൾ ഉണ്ടാകരുത്, വാടിപ്പോകരുത്. പച്ചയും ആരോഗ്യവുമുള്ള ഒരു ഇല മരത്തിൽ നിന്ന് പറിക്കുമ്പോൾ ആ മരത്തെ നമസ്കരിച്ച് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു പറിക്കുക. അതിനുശേഷം ഇല ശുദ്ധമായ വെള്ളത്തിൽ കഴുകി തുടച്ച് നിങ്ങളുടെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോകുക. പൂജാമുറിയിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ ഒരു പീഠത്തിലോ അല്ലെങ്കിൽ നേരിട്ട് ദൈവത്തിന് മുന്നിലോ ഈ ഇല വെക്കണം. ഇലയുടെ അറ്റം നിങ്ങളുടെ നേർക്ക് വരുന്ന രീതിയിൽ വെക്കുക. ഇപ്പോൾ ആ ചെമ്പരത്തി ഇലയിൽ 3 സ്ഥലങ്ങളിൽ കുങ്കുമം തൊടണം. ഈ 3 കുങ്കുമപ്പൊട്ടുകൾ ത്രിമൂർത്തികൾക്കോ ത്രിശക്തി സ്വരൂപങ്ങൾക്കോ പ്രതീകമാണ്. അതിനുശേഷം ആ ഇലയുടെ നടുവിൽ ഒരു സ്പൂൺ ചെറുപയർ ഇടുക. ചെറുപയർ എന്തിനാണെന്ന് വെച്ചാൽ ഈ പയർ നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നു, സ്വർണവും ഭൂമിയും നേടാനുള്ള ശക്തി നൽകുന്നു. ആ ചെറുപയറിന് മുകളിൽ ഒരു ചെറിയ ശർക്കര കഷ്ണം വെക്കണം. ശർക്കര ഗുരു ഗ്രഹത്തിനും സൂര്യനും പ്രതീകമാണ്.
ജീവിതത്തിൽ മധുരം അഥവാ വിജയവും ഐശ്വര്യവും ശർക്കര സൂചിപ്പിക്കുന്നു. ഇതിനോടൊപ്പം ഒരു നുള്ളു മഞ്ഞളും ആ ചെറുപയറിൻ മുകളിൽ ഇടണം. മഞ്ഞൾ മംഗളകരവും ലക്ഷ്മിയുടെ രൂപവുമാണ്. അതിനാൽ ഇലയിൽ ചെറുപയർ, ശർക്കര, മഞ്ഞൾ എന്നിവ വെച്ച ശേഷം 2 കൈകളും കൂപ്പി ദൈവത്തെ നമസ്കരിക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള ശക്തമായ ആഗ്രഹം, അതായത് സ്വാമി എനിക്ക് സ്വന്തമായി ഭൂമി വാങ്ങാൻ അവസരം നൽകുക, ഞങ്ങളുടെ വീട്ടിൽ സ്വർണം വർദ്ധിക്കാൻ സഹായിക്കുക, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കുക എന്ന് വളരെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആഗ്രഹം ഒരു സങ്കല്പമായി പറയണം. അതിനു ശേഷം ആ ചെമ്പരത്തി ഇല 24 മണിക്കൂർ പൂജാമുറിയിൽ തന്നെ വെക്കണം. അതായത് നിങ്ങൾ ഇന്ന് രാവിലെ 8 മണിക്ക് ഈ പരിഹാരം ചെയ്താൽ അടുത്ത ദിവസം രാവിലെ 8 മണി വരെ അത് അവിടെ തന്നെ ഇരിക്കണം. ആ 24 മണിക്കൂർ സമയത്ത് ആ ഇല പ്രപഞ്ചത്തിലെ ധനശക്തിയെ ആകർഷിച്ച് നിങ്ങൾ വെച്ച വസ്തുക്കളിൽ ആ ശക്തിയെ നിക്ഷേപിക്കുന്നു. 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം കുളിച്ച് ദൈവത്തെ നമസ്കരിച്ച് ആ ഇല സാവധാനം എടുക്കണം. ആ ഇലയിലുള്ള ചെറുപയർ, ശർക്കര, മഞ്ഞൾ എന്നിവയോടൊപ്പം എടുത്ത് ഒരു പശുവിന് കൊടുക്കണം. ഹിന്ദുധർമ്മത്തിൽ പശുവിനെ സാക്ഷാൽ മഹാലക്ഷ്മിയായും മുക്കോടി ദേവതകളുടെ വാസസ്ഥലമായും കണക്കാക്കുന്നു. ആ പശുവിന് ഈ പദാർത്ഥങ്ങൾ നൽകുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹം നേരിട്ട് ആ ദേവതകളിൽ എത്തുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പ്രദേശത്ത് പശുവിനെ ലഭ്യമല്ലെങ്കിൽ വിഷമിക്കേണ്ട. ആ ഇലയിലുള്ള ചെറുപയറും ശർക്കരയും പക്ഷികൾക്കോ ചെറിയ ഉറുമ്പുകൾക്കോ ഭക്ഷണമായി നൽകാം. പക്ഷികൾ ആ ധാന്യങ്ങൾ കഴിച്ചാലോ ഉറുമ്പുകൾ ആ ശർക്കര കഴിച്ചാലോ നിങ്ങൾക്ക് അതേ ഫലം ലഭിക്കും. പ്രകൃതിയിലെ ജീവികൾക്ക് ഭക്ഷണം നൽകുന്നത് ഒരു വലിയ പുണ്യകർമ്മമാണ്. അത് നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ നീക്കും. ആ ഇല മാത്രം ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ ഇടുക. ഈ ചെറിയ കാര്യം അങ്ങേയറ്റം ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വർണവും ഭൂമിയും വാങ്ങാനുള്ള യോഗം ലഭിക്കും. ഇത് പലരും അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ പരിഹാരമാണ്. അമാവാസി ദിനത്തിലെ പ്രത്യേക ശക്തി ചെമ്പരത്തി ഇലയ്ക്കുള്ള ആകർഷണ ഗുണം, ചെറുപയറിന്റെയും ശർക്കരയുടെയും ഗ്രഹ അനുകൂലത എന്നിവയെല്ലാം ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ എത്ര പൂജകൾ ചെയ്തിട്ടും ഫലം ലഭിക്കുന്നില്ലെന്ന് ദുഃഖിക്കുന്നവർ ഈ തവണ ഈ ചെറിയ തന്ത്രം പാലിച്ചു നോക്കൂ. നിങ്ങളുടെ കഠിനാധ്വാനം പാഴാകില്ല. അത് സ്വത്തിന്റെ രൂപത്തിലേക്ക് മാറും. നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മിദേവി കുടികൊള്ളും. ഈ അമാവാസി നിങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചവും ഐശ്വര്യവും നൽകും. ഈ പരിഹാരം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രതികൂല ചിന്തയും ഉണ്ടാകരുത്. ഇത് ചെയ്താൽ ശരിക്കും സംഭവിക്കുമോ എന്ന സംശയം ഉണ്ടാകരുത്. പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ മാത്രമേ പ്രപഞ്ചം നമ്മളെ സഹായിക്കൂ. ഈ അമാവാസി ദിവസം നിങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ ശ്രമം നിങ്ങളുടെ തലമുറകളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ശക്തിയുള്ളതാണ്. സ്വർണം വാങ്ങുന്നത് വെറുമൊരു അലങ്കാരമല്ല, അത് നിങ്ങളുടെ ആപത്തിൽ സഹായിക്കുന്ന ഒരു നിധിയാണ്. ഭൂമി വാങ്ങുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ നൽകുന്ന വലിയൊരു സ്വത്താണ്. ഈ രണ്ടും നേടാൻ നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം നിങ്ങളെ മുന്നോട്ട് നയിക്കും. ഈ മുഴുവൻ പ്രക്രിയയിലും നിങ്ങളുടെ അർപ്പണബോധവും അച്ചടക്കവും വളരെ പ്രധാനമാണ്. അമാവാസി ഒരു അവസാനമല്ല, അതൊരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ്. ഇരുട്ടിന് ശേഷം വെളിച്ചം. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ഇരുട്ട് നീങ്ങി ധനവും സ്വർണവും വസ്തുക്കളും വാഹനങ്ങളും കൊണ്ട് നിങ്ങളുടെ വീട് ഐശ്വര്യപൂർണമാകട്ടെ. ചെമ്പരത്തി ഇലയുടെ പച്ചപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പച്ചയായിരിക്കട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓരോ കാര്യവും വിജയകരമായി പൂർത്തിയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ ഇതുപോലുള്ള ആത്മീയവും ജ്യോതിഷപരവുമായ വിഷയങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ പിന്തുടരുക. ഫാൽഗുണ ബഹുള അമാവാസിയെ പുതിയ അമാവാസിയായി കണക്കാക്കുന്നു. ഇത് ചാന്ദ്രവർഷത്തിലെ അവസാനത്തെ അമാവാസിയാണ്. ഇതിനുശേഷം പുതിയ തെലുങ്ക് വർഷം ആരംഭിക്കും. ഈ ദിവസം ഒരു നേരം ഉപവാസം അനുഷ്ഠിച്ച് പരമശിവനെ ആരാധിക്കണമെന്ന് ശാസ്ത്രം പറയുന്നു. സാധാരണയായി എല്ലാ മാസത്തിലെയും അമാവാസി ദിവസം പിതൃദേവന്മാർക്ക് പിണ്ടപ്രദാനം ചെയ്യുകയും തർപ്പണം അർപ്പിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള വിശിഷ്ടമായ ഈ അമാവാസി ദിവസം ഈ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി പിതൃ ദേവന്മാർക്ക് വളരെയധികം സന്തോഷം നൽകിയതിന് തുല്യമാകുമെന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. ഈ ദിവസം പുതിയ വർഷത്തേക്കുള്ള കാർഷിക ജോലികൾ ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദിവസത്തെ പുതിയ അമാവാസി എന്ന് പറയുന്നത്. പണ്ട് ഈ ദിവസം ഗ്രാമത്തിലെ ആളുകൾ ഗ്രാമദേവതകളെ വിശേഷമായി പൂജിച്ചിരുന്നു. കാരണം വസൂരി പോലുള്ള രോഗങ്ങൾ ഗ്രാമത്തിൽ എത്താതെയും കന്നുകാലികളും വിളകളും സമൃദ്ധമായി ഉണ്ടാകാനും പുതിയ അമാവാസി
ദിവസം ഗ്രാമദേവതകളെ ആരാധിക്കാറുണ്ട്. ഈ ദിവസം സ്ത്രീകൾ ഗ്രാമദേവതകൾക്ക് മഞ്ഞൾ, കുങ്കുമം, വളകൾ, സാരികൾ തുടങ്ങിയവ ഭക്തിയോടെ സമർപ്പിക്കാറുണ്ട്. ഈ ദിവസം ആരെങ്കിലും ഒരു നേരം ഉപവാസം അനുഷ്ഠിച്ച് ആ മഹാശിവനെ ആരാധിക്കുന്നുവോ അവരുടെ മരിച്ചുപോയ പൂർവികർ സന്തോഷിച്ച് കുടുംബം ഐശ്വര്യത്തോടെ ഇരിക്കാൻ അനുഗ്രഹിക്കും. ഇങ്ങനെ ചെയ്താൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാകും. സന്താനം ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് സന്താനഭാഗ്യം ലഭിക്കും. വീട്ടിൽ സന്താനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി സകല ശുഭങ്ങളും ലഭിക്കും. അതുമാത്രമല്ല, ഇന്ന് ഇങ്ങനെ ചെയ്യുന്നത് വഴി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകും. ആയുരാരോഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും ലഭിക്കും. ഇന്ന് ഇങ്ങനെ ശിവനെ ആരാധിച്ച ശേഷം പിതൃദേവതകളുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് കുടുംബത്തെ കാക്കണമെന്ന് ആശീർവദിക്കണമെന്ന് 2 കൈകളും കൂപ്പി നമസ്കരിക്കണം. ഇനി ഇന്ന് ആരെല്ലാം ലക്ഷ്മി ആരാധന ചെയ്യുന്നുവോ അവർക്ക് അഖണ്ഡ ലക്ഷ്മി കടാക്ഷം ലഭിക്കും. ലക്ഷ്മി ദേവിക്ക് ഈ ദിവസം വളരെ ഇഷ്ടമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ഇന്ന് ലക്ഷ്മി ദേവിയെ ആരാധിച്ചാൽ ആ ബുദ്ധിമുട്ടുകൾ മാറി സകല സമ്പത്തുകളും ലഭിക്കുന്നതിനായി ദേവി അനുഗ്രഹിക്കും. ഇന്ന് ലക്ഷ്മി ദേവിയെ ആരാധിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ദരിദ്ര ദേവതയുണ്ടെങ്കിൽ അത് ഓടിപ്പോകും. അമാവാസി വളരെ ശക്തിയുള്ളതാണ്. എന്നാൽ ഈ അമാവാസി ദിവസം വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇത് കെട്ടിയാൽ വളരെ നല്ലത് സംഭവിക്കുമെന്ന് മുതിർന്നവർ പറയുന്നു. ഉമ്മറപ്പടിയിൽ ഇത് കെട്ടിയാൽ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി, നെഗറ്റീവ് ശക്തികൾ എല്ലാം ഇല്ലാതാകും. അതുമാത്രമല്ല, നരഘോഷം, നരദൃഷ്ടി, മറ്റുള്ളവരുടെ കരച്ചിൽ, ബന്ധുക്കളുടെ കരച്ചിൽ, അയൽവാസികളുടെ കരച്ചിൽ എല്ലാം ഇല്ലാതാകും. പ്രശ്നങ്ങളെല്ലാം മാറി ലക്ഷ്മി അനുഗ്രഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പുതിയ അമാവാസി ദിവസം തീർച്ചയായും ദേവതകളെ പൂജിക്കണം. ഈ ഫാൽഗുൺ അമാവാസി ദിവസം രാത്രി 8 മുതൽ 12 മണി വരെ ഉമ്മറപ്പടിയിൽ ഒരു പ്രത്യേക കെട്ടുന്നത് വഴി വീടിനുള്ള എല്ലാത്തരം ദോഷങ്ങളും മാറിപ്പോകുമെന്ന് മുതിർന്നവർ പറയുന്നു. അപ്പോൾ ആ കെട്ട് എന്താണ്, അത് എങ്ങനെ കെട്ടണം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു കറുത്ത തുണി എടുക്കുക. അതിൽ 6 കറുത്ത കശുവണ്ടി പരിപ്പുകൾ ഇടുക. കറുത്ത കശുവണ്ടി പരിപ്പുകൾക്ക് സാധാരണയായി വളരെയധികം ശക്തിയുണ്ട്. താന്ത്രിക പൂജകൾക്ക് ഇവ ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല, ഈ കറുത്ത കശുവണ്ടി പരിപ്പുകൾ വളരെ അപൂർവമായി മാത്രമേ ലഭിക്കൂ. നെഗറ്റീവ് ഊർജത്തെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ ഇവയ്ക്ക് കഴിയും. അതിനാൽ ആദ്യം ഒരു കറുത്ത തുണിയിൽ 6 കറുത്ത കശുവണ്ടി പരിപ്പുകൾ ഇടുക. ഇവയോടൊപ്പം 6 കറുത്ത കവടികളും ഇടുക. കറുത്ത കവടികളും വളരെ ശക്തിയുള്ളവയാണ്. ഇവ ആർക്കും എളുപ്പത്തിൽ ലഭിക്കില്ല. ഇവ എങ്ങനെയെങ്കിലും സംഭരിച്ച് ഈ 6 കറുത്ത കവടികളും ഒരു പിടി കല്ലുപ്പും ഇടുക. ഈ 3 എണ്ണം, അതായത് 6 കറുത്ത കശുവണ്ടി പരിപ്പുകൾ, 6 കറുത്ത കവടികൾ, ഒരു പിടി ഉപ്പ് എന്നിവ കറുത്ത് തുണിയിൽ ഇട്ട ശേഷം എന്റെ വീടിനുള്ള ദൃഷ്ടിദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറണം. എല്ലാവരുടെയും ദുരിതങ്ങൾ മാറണം. എന്റെ വീടിന്മേൽ ആരുടെയും കണ്ണുകൾ വീഴരുത് എന്ന് നിങ്ങളുടെ സങ്കല്പം പറഞ്ഞ് നമസ്കരിച്ച് കെട്ടുക. ഈ കെട്ട് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ മുകളിൽ കെട്ടുക. ഇതെല്ലാം രാത്രി 8 മുതൽ 12 മണി വരെ ആരും കാണാതെ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും. ഒരു ദിവസത്തിനുള്ളിൽ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ പ്രതിവിധി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും മാറിപ്പോകും. ഈ പ്രതിവിധി ചെയ്ത ഒരു ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ സാവധാനം കുറയും. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറും. ഇത് വളരെ ശക്തമായ പരിഹാരമാണ്. അത്ഭുതകരമായി പ്രവർത്തിക്കും. ശ്രമിച്ചു നോക്കൂ, നിങ്ങൾ അത്ഭുതകരമായ ഫലങ്ങൾ നേടും. അപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങളും ഫാൽഗുണ അമാവാസി ദിവസം വാതിൽപ്പടിയിൽ ഈ കെട്ടി നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കൂ. സന്തോഷത്തോടെ ജീവിക്കൂ. ഇന്ന് കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഈ ചെറിയ പ്രതിവിധി ചെയ്യൂ. മതി. വളരെ അത്ഭുതകരമായ ഫലം ലഭിക്കും. ഇത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വരുന്ന അത്ഭുതകരമായ അമാവാസിയാണ്. അതുകൊണ്ട് ഈ അമാവാസി ദിവസം കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ദാരിദ്ര്യം എല്ലാം മാറിപ്പോകും. കൂടാതെ ഈ അമാവാസി വർഷത്തിലെ അവസാനത്തേതാണ്. അതുകൊണ്ട് കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്താൽ പുതിയ വർഷത്തിൽ തീരാത്ത സമ്പത്ത് വന്നു ചേരും. നിങ്ങൾ തിളങ്ങുന്ന സ്വർണം പോലെ മാറിപ്പോകും. നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിപ്പോകും. നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം നീങ്ങിപ്പോകും. അതുകൊണ്ട് എല്ലാവരും കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഈ അമാവാസി ദിവസം ഈ പ്രതിവിധി ചെയ്യുക. കറ്റാർവാഴ ചെടിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ.
കറ്റാർവാഴ ചെടികളിൽ എല്ലാ ദേവതകളും കുടികൊള്ളുന്നു. അതായത് 3 അമ്മമാരും കറ്റാർവാഴ ചെടികളിൽ കുടികൊള്ളുന്നു. ലക്ഷ്മി ദേവി, പാർവതി ദേവി, സരസ്വതി ദേവി കറ്റാർവാഴ ചെടികളിൽ കുടികൊള്ളുന്നു. ഈ അമാവാസി ദിവസം കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവർ ആരും ഉണ്ടാകില്ലെന്ന് പരിഹാര ശാസ്ത്രം പറയുന്നു. ഈ കറ്റാർവാഴ ചെടി പരിഹാരം ചെയ്യുന്നതിലൂടെ ധനം വരും. ജനങ്ങളുടെ ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞുപോകും. നെഗറ്റീവ് എനർജിയെല്ലാം ഒഴിഞ്ഞുപോകും. ധനപ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യതകൾ എല്ലാം ഒഴിഞ്ഞുപോകും. ഈ ദിവസങ്ങളിൽ ധാരാളം ആളുകൾ ധനപ്രശ്നങ്ങളാലും കടബാധ്യതകളാലും കഷ്ടപ്പെടുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പലർക്കും അറിയാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. എന്തു ചെയ്താൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകുമല്ലോ. അങ്ങനെയുള്ളവർ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഈ കറ്റാർവാഴ പരിഹാരം ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ജനങ്ങളുടെ ദുരിതങ്ങളെല്ലാം മാറും. ദാരിദ്ര്യം എന്നതും ഒഴിഞ്ഞുപോകും. നിങ്ങളുടെ മേലും നിങ്ങളുടെ വീടിന്റെ മേലുമുള്ള ഭയങ്കരമായ നരദൃഷ്ടി ആകാം, നരഘോഷം ആകാം, അനേകം തരത്തിലുള്ള അനർത്ഥങ്ങൾ ആകാം, എല്ലാം ഒഴിഞ്ഞുപോകും. വളരെ ശക്തിയുള്ള ഈ അമാവാസി ദിവസം കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്താൽ നരദൃഷ്ടി എല്ലാം മാറും. ധനപരമായ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, വഴക്കുകൾ എല്ലാം നിങ്ങൾക്ക് ഒഴിഞ്ഞുപോകും. നല്ല ധനലാഭം ഉണ്ടാകും. ഇനി ഈ ശുഭദിനത്തിൽ കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. കറ്റാർവാഴ ചെടിക്ക് ദൃഷ്ടി ദോഷം മാറ്റാനുള്ള അത്ഭുത ശക്തികളുണ്ട്. അതുമാത്രമല്ല, കറ്റാർവാഴ ചെടി നമ്മുടെ കഷ്ടപ്പാടുകൾ തീർക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാത്തരം ദാരിദ്ര്യങ്ങളെയും മാറ്റാൻ കഴിയും. കറ്റാർവാഴ ചെടി വളരെ അത്ഭുതകരമായ ഫലങ്ങളും നമുക്ക് നൽകുന്നു. പണമില്ലായ്മ മാത്രമല്ല, നല്ല ആരോഗ്യമില്ലായ്മയും ദാരിദ്ര്യമാണ്. നമ്മുടെ അടുത്ത് എല്ലാം ഉണ്ടായിട്ടും അവ കഴിക്കാൻ കഴിയാത്തത് ദാരിദ്ര്യമാണ്. വീട്ടിൽ മനസ്സമാധാനമില്ലായ്മ, വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകുന്നത്, വിവാഹം നടക്കാത്തത്, കുട്ടികൾ ഇല്ലാത്തത്, കുട്ടികൾ പറയുന്നത് കേൾക്കാത്തത്, കുട്ടികൾ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നത്, ഇവയെല്ലാം ദാരിദ്ര്യങ്ങളാണ്. പലരും ദാരിദ്ര്യം എന്നാൽ പണമില്ലായ്മ മാത്രമാണെന്ന് കരുതുന്നു. എന്നാൽ അങ്ങനെയല്ല. ദാരിദ്ര്യം പല തരത്തിലുണ്ട്. നിങ്ങൾക്ക് അത്തരം ദാരിദ്ര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ദാരിദ്ര്യം മാറാൻ ഈ അമാവാസി ദിവസം ഈ കറ്റാർവാഴ പരിഹാരം ചെയ്യുക. വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്യുക. ചെയ്താൽ വളരെ നല്ല ഫലം ലഭിക്കും. വീട്ടിലെ കുട്ടികൾക്ക് ആരോഗ്യം നന്നായില്ല, രോഗങ്ങൾ വരുന്നു എന്ന് വിഷമിക്കുന്നവർ, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുകൾ നടക്കുന്നു എന്ന് വിഷമിക്കുന്നവർ, പണം കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കരുതുന്നവർ, അതുപോലെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന പുതുവർഷത്തിൽ നല്ലത് വരണം, കുറവുകൾ ഉണ്ടാകരുത്, നിങ്ങളുടെ ധനസമ്പാദനം വർദ്ധിക്കണം, ഇരുന്നാൽ തീരാത്ത ഐശ്വര്യം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ എല്ലാവർക്കും ഈ കറ്റാർവാഴ പരിഹാരം ചെയ്യാവുന്നതാണ്. കാരണം ഇന്ന് തിഥി, ആഴ്ച നല്ലതാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് എന്ന് വെച്ചാൽ നല്ല ഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ അമാവാസി ദിവസം കറ്റാർവാഴ ചെടി പരിഹാരം ചെയ്യുക. ഈ പരിഹാരത്തിനായി കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്താൽ ധനത്തോടൊപ്പം ആ 3 ദേവിമാരുടെ അനുഗ്രഹവും നമ്മുടെ മേൽ ഉണ്ടാകും. അവരുടെ അനുഗ്രഹത്താൽ നമുക്ക് ഈ വർഷത്തിലും വരുന്ന വർഷത്തിലും എല്ലാ ശുഭങ്ങളും ഉണ്ടാകുമെന്ന് പരിഹാരശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് ഈ രീതിയിൽ ആചരിക്കുക. വീട്ടിൽ ഐശ്വര്യം ഇല്ലാത്തപ്പോൾ നമ്മുടെ മുതിർന്നവർ നമ്മളോട് പറയാറുണ്ട്, കറ്റാർവാഴ ചെടി കൊണ്ടുവന്ന് വീടിന്റെ ഉമ്മറപ്പടിയിൽ കെട്ടാൻ. അങ്ങനെ കെട്ടിയാൽ വീട്ടിലുള്ള കഷ്ടപ്പാടുകൾ മാറുമെന്നും നല്ലത് സംഭവിക്കുമെന്നും വളരെ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കുമെന്നും കഷ്ടപ്പാടുകളെല്ലാം മാറുമെന്നും മുതിർന്നവർ പറയാറുണ്ട്. കാരണം കറ്റാർവാഴയ്ക്ക് എല്ലാ ശക്തികളും ഉള്ളതുകൊണ്ട്. ഓർമ്മിക്കുക, അമാവാസി ദിവസം തീർച്ചയായും കറ്റാർവാഴ പരിഹാരം ചെയ്യുക. പലരും സാധാരണയായി വീട്ടിൽ കറ്റാർവാഴ ചെടികൾ വളർത്താറുണ്ട്. കറ്റാർവാഴ ചെടി ഓക്സിജന്റെ കാര്യത്തിൽ നമുക്ക് വളരെ മികച്ചതാണ്, ഉപയോഗപ്രദമാണ്. ഈ ചെടി നെഗറ്റീവ് ഊർജം വലിച്ചെടുക്കുന്നു. ഇതിൽ നമുക്കറിയാത്ത ഒരു ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ കറ്റാർവാഴ ചെടി ഏത് വീട്ടിലാണോ ഉള്ളത് അവിടെ 3 ദേവിമാരും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവിടേക്ക് 3 ദേവിമാരും പ്രവേശിച്ചുകൊണ്ടിരിക്കുമെന്ന് നമ്മുടെ പരിഹാരശാസ്ത്രം പറയുന്നു. നമുക്ക് ലക്ഷ്മി ദേവി, പാർവതി ദേവി, സരസ്വതി ദേവി,
3 ദേവിമാരിൽ ഒരാൾ വിദ്യയുമായി ബന്ധപ്പെട്ട് ദേവതയാണ്, മറ്റൊരാൾ ധനവുമായി ബന്ധപ്പെട്ട ദേവതയാണ്, മറ്റൊരാൾ സൗഭാഗ്യം നൽകുന്ന അമ്മയാണ്. ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ എന്ത് വേണം? ഈ 3 എണ്ണം ഉണ്ടെങ്കിൽ മതി, ജീവിതത്തിൽ മറ്റൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഈ 3 ദേവിമാരുടെ അനുഗ്രഹം ആഗ്രഹിക്കുന്നവർ എന്റെ വീട് എപ്പോഴും തണുപ്പായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്റെ കുട്ടികളും പേരക്കുട്ടികളും എല്ലാവരും തണുപ്പായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്റെ വീട് സന്തോഷത്താൽ നിറഞ്ഞിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വീടിനടുത്ത് ഒരു കറ്റാർവാഴ ചെടി നട്ടുപിടിപ്പിക്കുക. അതോടൊപ്പം ഈ അമാവാസി ദിവസം ഈ കറ്റാർവാഴ പരിഹാരവും ചെയ്യുക. നമുക്ക് 100 വർഷം മുൻപ് ഇതുപോലൊരു അമാവാസി വന്നിരുന്നു. വീണ്ടും ഇന്ന് വരുന്നു. ഇത് വളരെ ശക്തവും പവിത്രവുമായ അമാവാസിയാണ്. സന്ധ്യാസമയത്ത് കറ്റാർവാഴ പരിഹാരം ചെയ്യുക. മതിയാകും. നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും. ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഫലം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. അത്ര മനോഹരമായി ഈ പരിഹാരം പ്രവർത്തിക്കും. ഇത് വളരെ വളരെ അത്ഭുതകരമായി ഉപയോഗിക്കാവുന്ന ഒരു പരിഹാരമാണ്. ഒരുപക്ഷേ കറ്റാർവാഴ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ചെടി വേരുകളോടെ പിഴുതെടുത്ത് വൃത്തിയാക്കുക. അമാവാസി ദിവസം ഉച്ചയ്ക്ക് കറ്റാർവാഴ ചെടി പിഴുതെടുക്കരുത്. അതിനാൽ കറ്റാർവാഴ ചെടി നിങ്ങൾ ഉച്ചയ്ക്ക് പകരം വൈകുന്നേരം പിഴുതെടുത്ത് നന്നായി വൃത്തിയാക്കി വെക്കുക. വൈകുന്നേരം നിങ്ങൾ പരിഹാരം എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോൾ തന്നെ ആ കറ്റാർവാഴ ചെടി കൊണ്ടുവന്ന് വൃത്തിയാക്കുക. കാരണം അതിൽ പൊടിപടലങ്ങൾ ഉണ്ടാകുമല്ലോ. അത് വെള്ളം കൊണ്ട് മുഴുവൻ വൃത്തിയാക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന രീതിയിൽ ഈ പരിഹാരം ചെയ്യുക. നിങ്ങളുടെ ഭാഗ്യം മാറും. നിങ്ങൾക്ക് ഭാഗ്യവും ഐശ്വര്യവും ലഭിക്കും. വരാനിരിക്കുന്ന പുതിയ വർഷത്തിൽ എല്ലാ കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ ലഭിക്കും. വളരെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കറ്റാർവാഴ ചെടി കൊണ്ടുവരിക. അതായത് നിങ്ങളുടെ പറമ്പിൽ കറ്റാർവാഴ ചെടി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അല്ലെങ്കിൽ പുറത്തുനിന്ന് കറ്റാർവാഴ ചെടി കൊണ്ടുവരിക. വേരുകളോടുകൂടിയ കറ്റാർവാഴ ചെടി ആയിരിക്കണം. ഓർക്കുക, വേരുകളില്ലാതെ നിങ്ങൾ അത് പറിച്ചെടുക്കുകയാണെങ്കിൽ അത് പരിഹാരത്തിന് അത്ര ഫലപ്രദമാകില്ല. അതുകൊണ്ട് വേരുകളോടുകൂടി പറിച്ചെടുക്കുക. ഇങ്ങനെ കറ്റാർവാഴ ചെടി കൊണ്ടുവന്ന് ആ ചെടി ആദ്യം നന്നായി തുടച്ച് ആ കറ്റാർവാഴ ചെടിക്ക് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുകൾ വെക്കുക. കുങ്കുമവും മഞ്ഞളും മംഗളകരവും ശുഭകരവും വളരെ പവിത്രവുമാണ്. അതുകൊണ്ട് കറ്റാർവാഴ ചെടിക്ക് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുകൾ വെക്കുക. അങ്ങനെ പൊട്ടുകൾ വെച്ചതിനു ശേഷം 4 ഗ്രാമ്പൂ എടുക്കുക. ഗ്രാമ്പൂവിൻ ദൃഷ്ടി, നെഗറ്റീവ് ഊർജം, ദോഷങ്ങൾ എന്നിവയെ ഇല്ലാതാക്കാൻ ശക്തിയുള്ളതുകൊണ്ട് ഗ്രാമ്പൂ എടുക്കുക. ആ 4 ഗ്രാമ്പൂ കറ്റാർവാഴ ചെടിയിൽ 4 സ്ഥലങ്ങളിൽ കുത്തിവെക്കുക. അങ്ങനെ കുത്തിയാൽ കറ്റാർവാഴ ചെടിയുടെ ശക്തി ഇരട്ടിയാകും. ഇങ്ങനെ ഗ്രാമ്പൂ കുത്തിയ ശേഷം ഈ കറ്റാർവാഴ കഷ്ണം എടുത്ത് ഒരു ചുവന്ന തുണിയിൽ വെക്കുക. ചുവന്ന ബ്ലൗസ് കഷ്ണം, ചുവന്ന തൂവാല എന്നിങ്ങനെ ഏതെങ്കിലും ഒരു ചുവന്ന തുണി എടുത്ത് ആ തുണിയിൽ ഈ കറ്റാർവാഴ കഷ്ണം വെക്കുക. അതിനുശേഷം ഈ ചുവന്ന തുണിയിൽ തന്നെ 2 കറുവപ്പട്ട കഷ്ണങ്ങളും ചേർക്കുക. കാരണം കറുവപ്പട്ട ദാരിദ്ര്യം ഇല്ലാതാക്കുകയും സമ്പത്ത് ആകർഷിക്കുകയും ചെയ്യും, ലാഭം കൊണ്ടുവരും. അതുകൊണ്ട് 2 കറുവപ്പട്ട കഷ്ണങ്ങൾ ചേർക്കുക. അതിനുശേഷം 5 പച്ച വേപ്പിലകൾ എടുത്ത് അവയും ഈ തുണിയിൽ ചേർക്കുക. വേപ്പിലകൾ ചേർക്കുന്നത് വഴി വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജം, ദുഷ്ടശക്തികൾ, ദുശക്തികൾ തുടങ്ങിയവ വരുന്നത് തടയും. അവസാനമായി 1 രൂപ നാണയമോ 2 രൂപ നാണയമോ 5 രൂപ നാണയമോ ചേർക്കുക. അതിനുശേഷം കറ്റാർവാഴ ചെടിയോടൊപ്പം ഇവയെല്ലാം ഒരു കെട്ടാക്കി കെട്ടി ആ കെട്ടിന് ധൂപം കാണിച്ച് ആ കെട്ട് എടുത്തു കൊണ്ടുപോയി നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ അകത്ത് കെട്ടുക. പുറത്ത് കെട്ടരുത്, അകത്ത് കെട്ടുക. അതായത് പുറത്ത് നിന്ന് കാണാൻ പാടില്ല. വീടിന്റെ ഉള്ളിലുള്ളവർക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ. ഇങ്ങനെ കെട്ടുന്നതിന് മുമ്പ് ഒരു തവണ മനസ്സിൽ ഞങ്ങൾക്ക് ഉള്ള പ്രശ്നങ്ങൾ മാറണം, ഞങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം ഈ വർഷത്തോടെ മാറണം, വരാനിരിക്കുന്ന പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് ഒരു കഷ്ടപ്പാടും വരാൻ പാടില്ല, ഞങ്ങൾക്ക് ധനലാഭം ഉണ്ടാകണം, ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല, 2025 ഞങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകണം, ഇരുന്ന് കഴിച്ചാലും തീരാത്ത ഐശ്വര്യം വരണമെന്ന് ആഗ്രഹം പറഞ്ഞ് അതിനുശേഷം ഈ കെട്ട് വാതിലിൽ കെട്ടുക. അങ്ങനെ കെട്ടുന്നതിലൂടെ നിങ്ങളുടെ വീടിന് ഉള്ള എല്ലാ ദോഷങ്ങളും മാറും. ഏത് ശക്തികൾ കാരണമാണോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്, കഷ്ടപ്പാടുകൾ വരുന്നത്, ആ ശക്തികളെല്ലാം മാറും. ഇന്നത്തോടെ നിങ്ങളുടെ സമയം മാറും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങളെ വിട്ടുപോകും. ഇനി പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാം നല്ലത്
സംഭവിക്കും. ധനലാഭം വളരെയധികം ഉണ്ടാകും. വേണ്ടെന്ന് പറഞ്ഞാലും പണം വരും. അത്രമാത്രമല്ല, ദൃഷ്ടി ദോഷവും ഏൽക്കില്ല. ഇങ്ങനെ കെട്ടിയ കെട്ട് വീണ്ടും ഈ കെട്ട് നനഞ്ഞാൽ അപ്പോൾ ഈ കെട്ട് എടുത്ത് എവിടെയെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയുക. ഇങ്ങനെ ഈ ചെറിയ പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമാകും. നരദൃഷ്ടി, നെഗറ്റീവ് എനർജി, കഷ്ടപ്പാടുകൾ, ധനപ്രശ്നങ്ങൾ, ദാരിദ്ര്യങ്ങൾ എല്ലാം ഇന്നത്തോടെ മാറും. വരാനിരിക്കുന്ന പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കും. വളരെയധികം ലാഭം ഉണ്ടാകും. അതുകൊണ്ട് ഈ അമാവാസി ദിവസം എല്ലാവരും ഈ കറ്റാർവാള പരിഹാരം ചെയ്ത് നല്ല ശുഭഫലങ്ങൾ നേടുക.